ട്രംപിന്റെ അടുത്ത അനുയായിയും മോട്ടിവേഷൻ സ്പീക്കറും ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയുടെ സ്ഥാപകനുമായിരുന്ന ചാർലി കിർക്ക് കേവലം 31 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ്റെ മരണം അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകമാസകലമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കും കനത്ത നഷ്ടമായി മാറിയിരിക്കുകയാണ്. യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രോഗ്രാമിനിടെ കിർക്ക് വെടിയേറ്റ് വീണപ്പോൾ അമേരിക്കയ്ക്ക് പുറത്ത് കിർക്കിനെ അറിയാവുന്നവർ ചുരുക്കമായിരുന്നുവെങ്കിൽ മരണശേഷം കിർക്കിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രചോദിതമായ പ്രഭാഷണങ്ങളും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും അദ്ദേഹം വിളിച്ചു പറഞ്ഞ സത്യങ്ങളുമെല്ലാം ലോകത്തെങ്ങുമുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ കത്തിപ്പടരുകയായിരുന്നു. അസാൻമാർഗികവും അധാർമികവുമായ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തി വീണുകൊണ്ടിരുന്ന അമേരിക്കയിലെ യുവതയ്ക്ക് എല്ലാത്തരം തിന്മകളെയും വിട്ടകന്ന് യാഥാസ്ഥിതിക മൂല്യങ്ങളിലേക്കും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ കരുത്തുറ്റ വിശ്വാസ ജീവിതത്തിലേക്കുമുള്ള ഉത്കൃഷ്ടമായ ഒരു മടങ്ങിവരവിന് വഴി തെളിയിച്ച ശക്തനായ യുവനേതാവ് തന്നെയായിരുന്നു അമേരിക്കയിൽ ഏറെ പ്രചാരമുള്ള നിരവധി പോഡ്കാസ്റ്റുകളുടെ അവതാരകൻ കൂടിയായിരുന്ന ചാർലി കിർക്ക്. അതുകൊണ്ട് തന്നെയാണ് മഹാനും ഇതിഹാസവുമായ ചാർലി കിർക്ക് മരിച്ചെന്നും US-ലെ യുവാക്കളെ ഇത്രയേറെ മനസ്സിലാക്കിയ മറ്റൊരാളില്ലായിരുന്നുവെന്നും എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പോലും പറഞ്ഞത്. യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പരിപാടിയിൽ ഒരു വെളുത്ത കൂടാരത്തിനടിയിൽ ഇരുന്നു കൊണ്ട് കിർക്ക് ഒരു ഹാൻഡ് ഹെൽഡ് മൈക്രോഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന കിർക്കിൻ്റെ കഴുത്തിലേക്ക് പെട്ടെന്ന് വെടി ഏൽക്കുകയായിരുന്നു. വെടിയേറ്റ് വീഴുന്നതിന് തൊട്ടുമുൻപ് കൂട്ട വെടിവെപ്പുകളെയും തോക്ക് ആക്രമണങ്ങളെയും കുറിച്ച് ഒരു പ്രേക്ഷകൻ ചോദിച്ചത് കഴിഞ്ഞ 10 വർഷത്തിനിടെ എത്ര ട്രാൻസ്ജെൻഡർ വെടിവെപ്പുകാർ ആയി എന്ന് നിങ്ങൾക്കറിയാമോ എന്നായിരുന്നു. അതിന് കിർക്ക് വളരെയധികം എന്ന് മറുപടി നൽകിയ ഉടനെ ആസൂത്രിതമെന്നവണ്ണം അദ്ദേഹം വെടിയേറ്റ് വീഴുകയായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ 180 മീറ്റർ അകലെയുള്ള ക്യാമ്പസിലെ മേൽക്കൂരയിൽ നിന്നാണ് വെടി ഉതിർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. അമേരിക്കയുടെ യാഥാസ്ഥിതിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി നിലകൊണ്ട കിർക്ക് ട്രംപിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് യുവ റിപ്പബ്ലിക്കൻ വോട്ടർമാരെ ഏകോപിപ്പിക്കുന്നതിൽ വഹിച്ചത് അതിനിർണായകമായ പങ്കായിരുന്നു. 2016 റിപ്പബ്ലിക്കൻ പാർട്ടി നോമിനേഷൻ നേടിയ ശേഷം കിർക്കിൻ്റെ സ്ഥാപനമായ ടേണിംഗ് പോയിന്റ് ട്രംപിനെ ആവേശത്തോടെ പിന്തുണച്ചു. പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രസിഡന്റിന്റെ മൂത്തമകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ പേഴ്സണൽ സെക്രട്ടറിയായി കിർക്ക് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേസമയം കിർക്കിനെ പരിപാടിക്ക് ക്ഷണിക്കുന്നതിൽ എതിർപ്പ് ഉള്ളവരും ക്യാമ്പസിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ വിലക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഏകദേശം 1000 ഒപ്പുകൾ ഇട്ട ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ചാർലി കിർക്കിനെതിരെ ഇത്രയധികം എതിർപ്പുകൾ ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. ബൈബിൾ അധിഷ്ഠിതവും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഒത്തതും അനാത്മീകവും പൈശാചികവുമായ എല്ലാത്തരം തിന്മകളെയും അദ്ദേഹം നിശിതമായി എതിർത്തിരുന്നു. ഒരു ആശയത്തിൽ വിശ്വസിച്ചിരുന്നു. ശക്തമായ ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് മാത്രമാണ് കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. ചാർലിയുടെ കഴുത്തിലേക്ക് കൃത്യമായി വെടിവെച്ചിട്ട് തൊട്ടടുത്ത റൂഫിലൂടെ ഓടിമറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഈ അടുത്ത് മാത്രമാണ് അയാൾ പിടിയിലായത്. അമേരിക്കയിലെ യൂട്ടാ സ്വദേശിയായ ടൈലർ റോബിൻസനാണ് ചാർലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. ഇയാൾ തൻ്റെ അപ്പനോട് കുറ്റം ഏറ്റുപറയുകയായിരുന്നുവെന്നും 7000-ലധികം സംശയാസ്പദമായ മുഖങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായ പരിശോധനയിലൂടെയാണ് പോലീസ് കുറ്റവാളിയെ കണ്ടെത്തിയത് എന്നുമാണ് വിവരങ്ങൾ. ഇയാളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് അന്വേഷണത്തിലാണ്. ആധുനിക അമേരിക്കയിലെ ഒരു ചെറുപ്പക്കാരിലും കാണാനാകാത്ത വിധത്തിലുള്ള അനിതര സാധാരണമായ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്ന യഥാർത്ഥ ക്രിസ്ത്യൻ പോരാളിയായിരുന്ന കിർക്കിൻ്റെ ആശയ അസ്ത്രങ്ങൾ ഏറ്റുപിടഞ്ഞ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കെൽപ്പില്ലാത്ത ആ ഭീരുക്കൾ ആയുധം കൊണ്ട് കിർക്കിനെ നേരിടുകയായിരുന്നു. ആർക്കായിരുന്നോ കിർക്കിൻ്റെ വാക്കുകളിൽ നിന്ന് പൊള്ളലേറ്റത്? ആർക്കായിരുന്നോ കിർക്കിൻ്റെ സാന്നിധ്യം അമേരിക്കയുടെ നാളേക്ക് ഗുണകരമാകുമെന്ന് തോന്നി അസ്വസ്ഥതയുണ്ടായത്? അവർ ഒരു ടൈലർ റോബിൻസണെ ഇറക്കി മറഞ്ഞിരിക്കുന്നു, വെടിവെച്ച് ചാർലിയെ ഇല്ലാതാക്കിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ മാത്രം 1000 ചാർലിമാർ എഴുന്നേറ്റിരിക്കുകയാണ്. ചാർലി കിർക്ക് കൊളുത്തിയെറിഞ്ഞത് കേവലം ഒരു തീക്കൊള്ളിയായിരുന്നില്ല, ഭൂഖണ്ഡങ്ങളിലെ യുവതയെ കത്തിക്കാൻ പോകുന്ന തീക്കുണ്ടമായിരുന്നു. അത് കെടുത്താൻ ഇത്തരം തീവ്രവാദികൾക്ക് ഈ ജന്മം മതിയാകില്ല. ജീവിച്ചിരിക്കുന്ന കിർക്ക് അമേരിക്കയെ മാത്രം സ്വാധീനിച്ചപ്പോൾ മരണപ്പെട്ട കിർക്ക് ലോകത്തിലെ സകല ചെറുപ്പക്കാരെയും ഒരുപോലെ സ്വാധീനിച്ചിരിക്കുകയാണ്. എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് കിർക്കിൻ്റെ വിധവ എറിക്ക കിർക്ക് ആശ്വസിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണമെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്ത കിർക്ക് സ്വർഗത്തിൽ വിശ്രമിക്കുകയാണ്.